കരുവാരകുണ്ട് ഡിവിഷനിൽ നിന്നുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം മുസ്തഫ അബ്ദുൽ ലത്തീഫ് ഭവനംപറമ്പിലെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്റർ സന്ദർശിച്ചു. UDF തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് സമ്മാനങ്ങൾ നൽകാനാണ് അദ്ദേഹം ബഡ് സ്കൂൾ സന്ദർശിച്ചത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ M. അബ്ദുൽ സലാം, ഖാലിദ് റഹ്മാൻ, ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി MK മുഹമ്മദ് അലി, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി CP കുഞ്ഞാലൻ, ലീഗ് നേതാവ് മാനു ചോലശ്ശേരി എന്നിവർ പങ്കെടുത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ അവരുടെ വോട്ടർമാരെ കണ്ട് നന്ദി പറയാനും അതുപോലെ തന്നെ നാട്ടുകാരെ കണ്ട് നന്ദി പറയാനും ഒക്കെയുള്ള ഒരു സമയത്താണ് ഇപ്പോഴുള്ളത്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച ഒരു ആളെന്ന നിലയിൽ, ഒരുപാട് വലിയ ഒരു പ്രദേശം എന്നുള്ള നിലയിൽ എല്ലാ വോട്ടർമാരെയും അതുപോലെ തന്നെ എല്ലാ ആളുകളെയും നേരിൽ കാണുക എന്നുള്ളത്, അവരെ കണ്ട് നന്ദി പറയുക എന്നുള്ളത് അനിവാര്യമായൊരു സംഗതിയാണെങ്കിലും അവരുമായി സന്തോഷം പങ്കിടുക എന്നൊക്കെയുള്ളത് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിലും സമയത്തിൻ്റെയും അതുപോലെ തന്നെ വലിയൊരു പ്രദേശത്തിൻ്റെയും ഒക്കെ സാഹചര്യം നിലനിൽക്കുന്നത് കാരണം എല്ലാവരെയും നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ഞാനിവിടെ പ്രതീകാത്മകമായിക്കൊണ്ട് ഈ ഡിവിഷനിലെ മുഴുവൻ ആളുകളോടും ഞാൻ എൻ്റെ സന്തോഷം പങ്കുവെക്കുകയാണ്. അതോടൊപ്പം തന്നെ നന്ദി പറയാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ഒരു വേദി, ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് UDFൻ്റെ നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ ഇവിടുത്തെ പ്രാദേശികമായി ഇവിടുന്ന് ജയിച്ച പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. കരുവാരക്കുണ്ട് ബഡ്സ് സ്കൂളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ബഡ്സ് സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിൻ്റെ വലിയൊരു കരുതൽ ആവശ്യമുള്ള ഒരു കുട്ടികളാണ് ഇവിടെയുള്ളത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ കുട്ടികളെ കാണേണ്ടത് നമ്മുടെ മക്കളിലൂടെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം നല്ല കഴിവുറ്റ കുട്ടികളാണ്, പക്ഷേ സാഹചര്യത്തിൻ്റെ ഒരു പ്രത്യേകമായ കാര്യങ്ങൾ കാരണം അവരുടെ ജീവിതശൈലിയും മറ്റുമൊക്കെ മറ്റൊരു തലത്തിലായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുക, അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും പൊതുസമൂഹത്തിലുള്ള എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും ഇതൊരു മഹത്തായ സ്ഥാപനമാണ്. ഇത് നമ്മൾ ചേർത്ത് പിടിക്കണം. ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനിവിടെ ഒരു പ്രതീകാത്മകമായിക്കൊണ്ടുള്ള ഒരു സന്തോഷം പങ്കിടുകയാണ്. ഇവിടെ ഈ കുട്ടികളുടെ കൂടെ അവർക്കൊരു ചെറിയ മധുര വിതരണം നടത്തിക്കൊണ്ട് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഡിവിഷനിലെ മുഴുവൻ ആളുകളോടും ഒരേ സമയം എൻ്റെ സന്തോഷം പങ്കിടുന്ന ഒരു അനുഭൂതിയാണ് സത്യം പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതുപോലെയുള്ള സ്ഥാപനങ്ങളെയൊക്കെ നമ്മൾ എല്ലാ തലങ്ങളിലും നമ്മൾ ചേർത്ത് പിടിക്കേണ്ട സ്ഥാപനങ്ങളാണ്. ആ ഒരു വഴിയിൽ നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്നാണ് പറയാനുള്ളത്. തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ എന്ന നിലയിൽ ഞാനടക്കമുള്ള ആളുകളുടെയൊക്കെ ഒരു പ്രത്യേകമായ ശ്രദ്ധ ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാവും എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്.